കഴുത്തിന് ചുറ്റും കറുപ്പുണ്ടാവും. അത് മാറ്റാൻ വേണ്ടി നിങ്ങൾ നോക്കുകയാണോ എങ്കിൽ ഞാൻ പറയുന്ന ഈ 4 ടിപ്സുകളൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. 4ാമത്തെ ടിപ്സ് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യുക. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് നെക്ക് കെയർ ചെയ്യാത്തത് തന്നെയാണ്. നമ്മൾ പൊതുവെ ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ അതിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഫ്രണ്ട് നെക്കിൽ അപ്ലൈ ചെയ്യും. അങ്ങനെ ഫ്രണ്ട് നെക്കിന്റെ കാര്യം ഓക്കെ ആവാറുണ്ട്, പക്ഷെ ബാക്ക് നെക്കിന്റെ കാര്യം ഓക്കെ ആവാറില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഓർണമെന്റ്സിന് അലർജി കൊണ്ട് ചിലവർക്ക് ഈ റോൾഡ് ഗോൾഡ് പോലത്തെ ഓർണമെന്റ്സ് യൂസ് ചെയ്തത് കഴുത്തിന്റെ ബാക്ക് കറക്കാറുണ്ട്. അങ്ങനെ വല്ല ഓർണമെന്റ്സിന്റെ അലർജി കൊണ്ട് വരാറുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഷുഗറിന്റെ ലെവൽ കൂടുതലുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഷുഗർ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് നെക്ക് കറക്കാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇവിടെ ഉള്ളല്ലോ ഈ വര പോലെ ഈ 2 ഏരിയയിലും കറുപ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ പൊതുവേ ജസ്റ്റ് ബാക്ക് നെക്ക് കറക്കുന്നതിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ഇനി 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ഇന്നോട് ഷെയർ ചെയ്യുന്ന ഒരു ടിപ്സ് ഉണ്ട്. ആ ടിപ്സും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു സ്ക്രബിങ്ങും ഒരു മാസ്കും വരുന്ന ഒരു ടിപ്സ് ആണ്. അപ്പൊ നിങ്ങളത് ഫസ്റ്റ് ടൈം തന്നെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും. ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ടിപ്സിലോട്ട് പോകാം, എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടോ, കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് സ്ക്രബിംഗ് എന്ന് പറയുന്നത്. കുറച്ച് കോഫി പൗഡറും ഉപ്പും തൈരും ഇത് 3ഉം കൂടി നമ്മളൊരു പകുതി തക്കാളി ഉപയോഗിച്ചിട്ട് നമ്മുടെ ബാക്ക് നെക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ബാക്ക് നെക്കിൽ അങ്ങനെ കാര്യമായിട്ട് കറുപ്പൊന്നുമില്ല, എന്നാൽ നമുക്ക് ചെയ്ത് വരുമ്പോൾ ഉള്ള ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ തക്കാളി ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളി സ്ക്രബ് ചെയ്യുമ്പോൾ അലന്നൊരു പരിവാകുമല്ലോ, അതാണ് നമ്മുടെ സ്ക്രബിങ്ങിന് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ തക്കാളി ആ ഒരു പരിവാണ് വരെ നമ്മൾ നന്നായിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ ബാക്ക് നെക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി അലന്നൊരു പരിവായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് സ്ക്രബിങ് കഴിയുമ്പോൾ തന്നെ ഒരു ചെറിയ ചേഞ്ച് ഒക്കെ ഉണ്ടാവും കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് മാസ്ക്. ഇതിനു വേണ്ടി നമ്മൾ 1 ടേബിൾ സ്പൂൺ നമ്മുടെ കടലമാവിലോട്ട് 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം പൊട്ടറ്റോയുടെ ജ്യൂസും ബാക്കി നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് പാലും തൈരും 2 എടുക്കുന്നുണ്ട്. 2ഉം കൂടി ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ തൊട്ട് മുന്നേ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, ഫേസിൽ ബ്ലീച്ച് എന്ന് പറഞ്ഞൊരു ആ സെയിം പാക്ക് തന്നെ കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് നെക്കിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആവാൻ വിടുക. ഡ്രൈ ആയി കഴിയുമ്പോൾ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ വൈപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് കറുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീക്കിലി 2 ടൈംസ് വെച്ച് നിങ്ങൾ ചെയ്യുക, നല്ല ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പം ഞാൻ വൈപ്പ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാൻ കണ്ടോ, എൻ്റെ ബാക്ക് നെക്കിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ.